ഹായ് ഗായ്സ്, ഇൻഫോമിക്സ് കേരള എന്ന ഈ ഒരു ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. വീട് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് 15 ദിവസത്തോളമായി ഇന്ന് വീട് ഏകദേശം ഉയർന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഈ വീടിൻ്റെ ഓണർ മിസ്റ്റർ നൗഷാദും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷംലയുമാണ്. അപ്പോൾ ഏകദേശം 5 അടി ഉയരം ഓൾറെഡി ഫിനിഷായി. ഇപ്പോൾ 4 അടി ആയിരുന്നു അല്ലേ അത് ഇതിൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അവസാനം അവർ 5 അടി പൊക്കാൻ തീരുമാനിച്ച് ഇപ്പോൾ ഈ 2 ആഴ്ചയുടെ ശേഷം 5 അടി വീട് പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ദുബായിലാണ്. ദുബായിൽ അരാമെക്സ് എന്ന കമ്പനിയിൽ ലോജിസ്റ്റിക് കമ്പനിയിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ 9 വർഷത്തോളമായിട്ട് UAE തന്നെയുണ്ട്. ഏകദേശം 2 ആഴ്ചത്തോളമായി ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആദ്യം നമ്മൾ 4 അടിയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. 4 അടി ആകുമ്പോൾ ഏകദേശം നമ്മൾ ഈ ലെവലിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്ന ആ ലെവലിൽ കവർ ചെയ്യുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഒന്നുകൂടി വാട്ടർ ലെവൽ എടുത്ത് നമ്മൾ തറവാടിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നോക്കിയപ്പോൾ പോരാ, ഒരു 5 സെൻറ്റിമീറ്റർ കുറവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കേണ്ടെന്നുള്ള രീതിയിൽ ഒരു അടിയും കൂടി എന്തായാലും നമ്മളിതിനിറങ്ങി. അപ്പോൾ പിന്നെ അതിനെ അതിജീവിക്കാൻ ഒരു അടിയും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു അടി കൂടി പൊട്ടി. അങ്ങനെ 5 അടിയായി. 5 അടീൻ്റെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞു. 5 അടി പൊക്കി കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ബാക്കി പടവുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു ഈ പാടത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വീട് വേണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വീട് വെച്ചത്. അതിന് 2016 2016 ലാസ്റ്റിലാണ് വീട് പണി തുടങ്ങിയത്. അത് തുടങ്ങി ഒരു 2017 കൂടി നമ്മൾ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്ത് കുറച്ചു. പിന്നെ 2018 ഈ പ്രളയം വന്നപ്പോഴാണ് നമ്മളെ പ്രദേശങ്ങളൊക്കെ തകർത്തുകൊണ്ട് വെള്ളം മുകളിലോട്ട് കയറിയത്. മാക്സിമം ഈ ഒരു ഹൈറ്റിലായിരുന്നു വെള്ളം വന്നിരുന്നത്. നമ്മൾ ഈ റോഡിൻ്റെ ഈ മതിലിൻ്റെ ഈ ഹൈറ്റിൽ മാത്രമേ വെള്ളം വന്നിട്ടുള്ളൂ ഇതുവരെ. മാക്സിമം എൻ്റെ അറിവിൽ നമ്മൾ കണ്ട് ചെറുപ്പത്തിലൊക്കെ മാക്സിമം ഈ അളവിലേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ബേസ്മെൻറ്റ് ഇത്ര കെട്ടിയിട്ട് ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളൊരു ചെറുതായിട്ട് നോക്കി ഒരു വർഷം കൂടി കഴിഞ്ഞ് 2019 വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 2019 പ്രളയം വന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു നമുക്ക്. ഇതിപ്പോൾ ഈ ജനലിപ്പോൾ മുകളിലായതുകൊണ്ട് അതിൻ്റെ ഏകദേശം പകുതിക്ക് അടുത്തായിട്ട് വെള്ളം വന്ന് നിന്നിരുന്നു. അപ്പോഴും പിന്നെ നമുക്ക് വീണ്ടും ആകെ കൺഫ്യൂഷനായി പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എങ്ങനെ നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്ന്. അത് ഇനി ഇന്ന് ഡ്രോപ്പ് ചെയ്യണോ ഇനി വേറെ എവിടെയെങ്കിലും നോക്കണോ എന്നുള്ളതൊക്കെ ചിന്തകളൊക്കെ വന്നു. അങ്ങനെ ആയപ്പോൾ ഞാനും വൈഫും കൂടി ഷംല അവൾ PhD ചെയ്യണം ഇവിടെ കാലിക്കറ്റ് NITയിൽ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഇതെങ്ങനെ ഇവിടെ തന്നെ അത് പൂർത്തീകരിക്കണം, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഇവൾ കുറച്ച് ലിഫ്റ്റിംഗ് വീഡിയോസൊക്കെ നോക്കി. ഹൗസ് ലിഫ്റ്റിംഗ് എന്ന കോൺസെപ്റ്റിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതലായിട്ട് ഇവൾ പറയും. ഒരു റിലേറ്റീവിൽ ഞാനിങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു ഹൗസ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്, നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്തു, പിന്നെ യൂട്യൂബൊക്കെ നോക്കി. പക്ഷേ അതിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. കേരളത്തിൽ വർക്കുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ നടന്ന വർക്ക് വീട് പോയി കാണണം. നമ്മൾ ശരിക്കും അവിടെ വിസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഫീൽഡ് സ്റ്റഡി നന്നായിട്ട് നടത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 വീട് കണ്ടു. അതിൽ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിലാണ് ആദ്യത്തെ വീട് കണ്ടത്. അതൊരു 3500 സ്ക്വയർ ഫീറ്റ് 30 വർഷം പഴക്കമുള്ള വീടായിരുന്നു. അപ്പോൾ അവർ 5 അടി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ആ വീടിന് ചുറ്റും വരാന്ത ഉണ്ടായിരുന്നു. വലിയ വരാന്തയായിരുന്നു. അതിൽ 10ഓളം പില്ലറുകളുണ്ട്. ഒരു പില്ലറിനെ പോലെ ഒരു പൊട്ട് പോലും ഇല്ലാതെ അവരത് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അവിടെ ഒരു ഡ്രോബാക്ക്, ഒരു ബുദ്ധിമുട്ട് എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിങ് കഴിഞ്ഞ വീടാണെങ്കിൽ ആ ഫ്ലോറിങ് കംപ്ലീറ്റ് പോകും. ആ വീടിൻ്റെ കേസിൽ 30 വർഷം മുന്നേ അവർ ഗ്രാനൈറ്റ് ഇട്ടിരുന്നതാണ്. അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി അവർ ഇത് ഫ്ലോറിങ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ കേസിൽ അതൊന്നും വരുന്നില്ല. ആ ഒരു റിസ്ക് ഇല്ല. നമുക്ക് ഫ്ലോറിങ് കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് സ്ട്രക്ചർ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇതില്ല. അതായത് ഇവർ ശരിക്കും കട്ട കെട്ടിയതിന് ശേഷം പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്യും. കോറി വേസ്റ്റോ അല്ലെങ്കിൽ മണ്ണ് വെച്ചിട്ടോ ഫില്ല് ചെയ്യാറുണ്ട്. നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കോറി വേസ്റ്റ് വെച്ച് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നതിന് മുന്നുള്ള സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പം ആ ഒരു 3 വീടിൻ്റെ ഒരു റിവ്യൂവും അവിടുത്തെ വീട്ടുകാരുടെ ഒരു അഭിപ്രായമൊക്കെ വെച്ചിട്ട് അവർക്കൊന്നും ഇതിൽ സേഫാണ്, ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഫ്ലോറിങ് ചെയ്യുന്നത് പോയിട്ടുണ്ടാവും, അങ്ങനെയുള്ള അഡീഷണൽ കോസ്റ്റ് വരും എന്നുള്ളത്. അപ്പം നമ്മുടെ കേസിൽ നോക്കുമ്പോൾ അതൊന്നും വന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ അയച്ചു കൊടുത്തു. ആളിന് അവിടെ പോകുന്ന സമയത്തും വീഡിയോ കോൾ ചെയ്തിട്ട് കറക്റ്റ് കാണുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ആരെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞോ ലിഫ്റ്റിംഗ് ആയതൊരു സേഫ് ആവില്ല എന്നുള്ള? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്ഷൻ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അധികം ഇല്ലാത്തൊരു ഇതാണല്ലോ, കണ്ടുവരാത്ത Objections ആരും ഒരുപാട് അങ്ങനെ പരീക്ഷിക്കാത്ത ഒരു ഇതാണ്. കാരണം വീഡിയോസൊക്കെ കുറേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അറിയില്ലല്ലോ. ഇത് 100% സേഫാണ്. അതെ അതെ, സേഫാണ്. 100% സേഫാണ്. ആ റിസ്ക് ഞങ്ങൾ കണ്ട് ഏറ്റെടുത്തു. റിസ്ക് സത്യം പറഞ്ഞ റിസ്ക് തന്നെയാണ്. ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്. കാരണം ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, എവിടെയെങ്കിലും എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വീഡിയോ കവർ ചെയ്താൽ തന്നെ കാണാൻ പറ്റും. എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്താണ്. ഇപ്പോൾ ഈ പില്ലറൊക്കെ ഇത് കഴിഞ്ഞ് അവർ ജോയിൻ ചെയ്യിക്കും, താഴോട്ട് പിന്നെ ജോയിൻ നമുക്കൊരു ആഡ് ഓൺ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെഡ്റൂമിൻ്റെ താഴെയായിട്ട് നമുക്കൊരു കാർ പോർച്ച് കിട്ടും. ഈ വീട് ഉയർത്തി വരുന്ന സമയത്ത് ഓൾറെഡി റോഡ് ലെവലിൽ നിന്നും 3 ഫീറ്റ് ഉയർന്നിട്ടാണ് വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. കാരണം പാടത്തിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് എന്തായാലും വെള്ളം വരാനുള്ളൊരു ചാൻസ് നമ്മൾ മുന്നിൽ കണ്ടു. പക്ഷെ ഒരിക്കലും ഇത്രയും ഹൈറ്റിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ 5 അടി ആയിട്ടുണ്ട്. ടോട്ടൽ 8 ഫീറ്റ് നമുക്ക് അവിടെ കിട്ടും. 8 ഫീറ്റിൻ്റെ കീഴിൽ ഒരു നന്നായിട്ടൊരു കാർ പോർച്ച് നിർത്താൻ പറ്റും. അത് നമുക്ക് ആഡ് ഓൺ കിട്ടും. അതെനിക്ക് കിട്ടിയ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫറൂഖിലെ വീട്ടിൽ പോയപ്പോൾ ഈ വരാന്തയുടെ താഴ്ഭാഗം അവർ ഫില്ല് ചെയ്തിട്ടില്ല. അവിടെ ജസ്റ്റ് സ്റ്റോറേജ് പോലെ പില്ലറിൽ നിർത്തിയിട്ട് തന്നെ അവിടെ സ്ലാബ് ഇട്ട് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എഞ്ചിനീയറായിട്ട് സംസാരിച്ചപ്പം ആൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, അത് നമുക്ക് സേഫ് ആണ്, ചെയ്യാൻ പറ്റും. സ്ഥലമില്ല, ഫ്രണ്ടിലൂടെ അധികം സ്ഥലമില്ല പോർച്ചിന്. പിന്നെ പോർച്ച് ഫ്രണ്ടിൽ തന്നെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയി പോയി നമുക്ക് ഇത് ലിഫ്റ്റിംഗ് കൊണ്ട്. അപ്പോൾ എന്താണ് കോസ്റ്റ്ലി ആണോ കാര്യങ്ങളൊന്നും ചെയ്യാൻ? കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഇവർ ചാർജ് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റിനും പിന്നെ നമ്മൾ എത്ര ഫീറ്റ് പൊക്കുന്നത് അതിനനുസരിച്ചാണ്. നമുക്കിപ്പോൾ ഇത് 400 ആണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. ഒരു സ്ക്വയർ ഫീറ്റ് അഡീഷണൽ കാർ പോർച്ചിൻ്റെ എക്സ്പെൻസും വരും എക്സ്ട്രാ. പില്ലറും പിന്നെ അതിൻ്റെ സ്ലാബും കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എക്സ്ട്രാ വരും. പിന്നെ മെറ്റീരിയൽ, ലേബർ ചാർജ്. എത്ര ദിവസമാണ് മൊത്തം ഇവരെ എഗ്രിമെൻറ്റ് പ്രകാരം 2 മാസത്തെ കോൺട്രാക്റ്റാണ് വർക്കിന്. പക്ഷേ ലിഫ്റ്റിംഗ് ഇപ്പോൾ 2 വീക്സ് ആയിട്ടുള്ളൂ, ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് വർക്കുകളും പെൻഡിങ് ആണ്. അത് ഇനി കോറി വേസ്റ്റ് വന്നിട്ട് അതെടുത്ത് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പിന്നെ പോർച്ചിൻ്റെ വർക്കും കൂടി ബാക്കിയുണ്ട്, അത്രയേ ഉള്ളൂ. ഈ വീട് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിച്ചത് ഈ വീടിൻ്റെ ഓണർ മിസ്റ്റർ നൗഷാദ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് ഷംല നമ്മളോടൊപ്പം ഉണ്ട്. അവരാണ് നമ്മളോട് ഇതിനെക്കുറിച്ച് മോർ എക്സ്പ്ലനേഷൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഞങ്ങൾ സത്യത്തിൽ നൗഷാദിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ ക്വാറൻറ്റൈൻ എന്ന് കഴിയും അത് അനുസരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിന് 2nd എപ്പിസോഡാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു തന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.